നമസ്കാരം. ഞാൻ എൻ്റെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ബൈബിൾ പഠിച്ചിട്ടുണ്ട്. ആശ്രമത്തിൽ ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ഞങ്ങളുടെ 4.5 വർഷത്തെ കോഴ്സിൽ ഒരു ഫാദർ വന്നിട്ട് ഇത് ബൈബിൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏകദേശ രൂപം പഠിപ്പിച്ചിട്ടുണ്ട്. ഖുറാൻ അതിൻ്റെ ഏകദേശ രൂപം ഞാൻ ആനക്കട്ടിയിലുള്ള സമയത്ത് അവിടെ ഒരു മുസ്ലിം പണ്ഡിതൻ വന്ന് അതും പഠിപ്പിച്ചിട്ടുണ്ട്. ഹിന്ദു പ്രമാണങ്ങൾ അത് സമ്പ്രദായ പ്രകാരം ഒരുപാട് സമയമെടുത്ത് പഠിച്ചിട്ടുണ്ട്. അതിൽ ചാൻറ്റിങ് രീതി പഠിച്ചിട്ടുണ്ട്. ഒരിക്കൽ യാദൃച്ഛികമായിട്ട് എൻ്റെ കയ്യിൽ കിട്ടിയൊരു പുസ്തകം, അതിൻ്റെ പേര് മുഹമ്മദ് എന്നാണ്. അത് ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു മറ്റേ ഈജിപ്ഷ്യൻ പണ്ഡിതൻ എഴുതിയതാണത്. മുഹമ്മദ് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. മുഹമ്മദ് എന്ന് പറഞ്ഞ വ്യക്തി. അപ്പോൾ അതിനകത്ത് അനാവശ്യമായിട്ടുള്ള സ്നേഹവും ബഹുമാനവും കൊടുത്താൽ പിന്നെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പരിപൂർണമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ കഴിയാതെ വരും. ആയതുകൊണ്ട് അദ്ദേഹം എനിക്കിഷ്ടപ്പെട്ട മറ്റേ മുഹമ്മദ് നബി എന്നോ പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബി എന്നോ ഒന്നും എഴുതിയില്ല, മുഹമ്മദ് എന്നാണ് അങ്ങനെ ആ പേരിട്ടുള്ളത്. ഈ പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടി. പല കാരണങ്ങളെ കൊണ്ടും അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഞാനിവിടെ ഖണ്ഡശ യൂട്യൂബിലൂടെ പറയാൻ തുടങ്ങി. അന്ന് മുതൽ തുടങ്ങിയതാണ് സ്വാമിക്ക് ഇസ്ലാം സ്വീകരിച്ചൂടെ, സ്വാമിക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നൂടെ, സ്വാമിക്ക് ഹിദായത്ത് കിട്ടണ്ടേ, സ്വാമിക്ക് സ്വർഗം കിട്ടണ്ടേ, സ്വാമിക്ക് അള്ളാഹുവിൻ്റെ കൃപ കിട്ടണ്ടേ എന്നിത്യാദി കാര്യങ്ങൾ. അന്നൊക്കെ ഞാൻ പറയും നമുക്ക് ആലോചിക്കാം. കാരണം എനിക്കത് ഇഷ്ടമല്ല എന്ന് പറയാൻ നിന്നില്ല. അത് മാത്രം. പിന്നീട് സ്വാമി ആലോചിച്ചിട്ട് എന്തായി സ്വാമി ഇതൊരു തീരുമാനം പറഞ്ഞല്ലോ, ഇങ്ങനെയായി കാര്യങ്ങൾ. അവരായിട്ട് വെറുതെ കെട്ടിപ്പൊക്കുകയാണ് പ്രധാനമായിട്ട്. പക്ഷെ അതിന് അന്നന്ന് ഞാൻ ഉത്തരം കൊടുത്തിട്ടുണ്ട്. ഇവരുടെ പേരിൽ ഇത് ചോദിക്കുന്ന സമയത്ത് കൊടുത്ത ഉത്തരങ്ങൾ, ആ ഉത്തരങ്ങളിൽ എൻ്റെ മനസ്സിൽ ഓർമ്മയിൽ നിൽക്കുന്ന കുറേ കാര്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ അത് വീണ്ടും ഞാൻ പുറത്ത് കൊണ്ടുവന്ന് അത് കമ്പൈൽ ചെയ്ത് ഒരു ഗ്രന്ഥത്തിൽ എഴുതി വെച്ച് ഞാൻ നിങ്ങളോട് പറയുകയാണ്, എല്ലാവരോടുമായിട്ട് പറയുകയാണ്. എന്താണ് സ്വാമി ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ അത് പഠിച്ചു, അവരുടെ ചരിത്രം പഠിച്ചു, അവരുടെ ഖലീഫമാരുടെ ചരിത്രം പഠിച്ചു, അവരൊരുപാട് സുഹൃത്തുക്കൾ, അവരവരുടെ ഗൾഫിലേക്കുള്ള പ്രദേശങ്ങൾ സന്ദർശിച്ചു. എന്നിട്ട് എന്താണ് അങ്ങ് ഈ ഇസ്ലാം സ്വീകരിക്കാത്തത്? ആ ചോദ്യത്തിനുള്ള ഉത്തരം പല രൂപത്തിൽ ഞാൻ പറഞ്ഞു. അത് വീണ്ടും വാസ്തവത്തിൽ അതൊന്നുകൂടി ഒന്ന് കമ്പയർ ചെയ്ത് പറയുകയാണ്. പ്രധാനമായിട്ട് നമ്മൾ ആരെങ്കിലും പോയിട്ട് മതം സ്വീകരിച്ചാൽ, ഒരു ക്രിസ്ത്യാനി അവർ ഹിന്ദു മതം സ്വീകരിച്ചാൽ അവരാ മതം സ്വീകരിക്കുന്നു. അതവിടെ നാട്ടിൽ വിപ്ലവമൊന്നുമല്ല. ചിലപ്പം കാര്യം പറയും, ഞാൻ പോകുന്ന 2 പേര് അവർ അതിൽ അഭിലാസനിമയുടെ മോനാത് മറ്റേ കുട്ടി ക്രിസ്ത്യാനിയാണ്, അതെയോ ഗുഡ്, അത്രേ പറയുള്ളൂ. എന്ന് പറയില്ല എന്നർത്ഥം. ഇതുപോലെ തന്നെ തിരിച്ചും തുടർന്നും അവർ പള്ളിയിൽ പോക്കും മറ്റു കാര്യങ്ങൾ നടത്തും. ഇത് ഈ ഒരു കാര്യം ഇസ്ലാം മതം സ്വീകരിച്ച് അവിടെ ചെല്ലുമ്പോൾ പിന്നെ ഒരുപാട് മുദ്രകൾ അണിയിക്കുകയാണ് പിന്നെ അവർ. അതായത് അവർ ഇസ്ലാമവൽക്കരിക്കുകയാണ് അവിടെ. അതിൻ്റെ രൂപം, അതിൻ്റെ ഭാവം, അതിൻ്റെ ആഹാരം, അതിൻ്റെ വസ്ത്രം എന്നിത്യാദി കാര്യങ്ങൾ മുഴുവൻ മാറ്റണം. ഈ സമൂഹത്തിലൊരു ടിപ്പിക്കൽ മനുഷ്യനായിട്ട് തുടരാൻ പിന്നെ അവർ അനുവദിക്കില്ല എന്നുള്ളതാണ്. ഒരാളെ കാണുമ്പോൾ നമസ്കാരം എന്ന് പറയാൻ അവർക്ക് പറ്റില്ല, നമസ്തേ എന്ന് പറയാൻ പറ്റില്ല. നമസ്തേ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ നമിക്കുന്നതായി വരില്ലേ, നമഹാ തേ അതാണ് നമസ്തേ. അപ്പോൾ അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ ആരെ കണ്ടാലും സലാം, അസ്സലാമു അലൈക്കും. അതിന് ഒരു എന്തായാലും പറയുക, ഒരു ഹിന്ദു ചെന്നിട്ട് ഒരു മുസ്ലിമോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ഇന്നും പലരും മടക്കില്ല. കാരണം അയാളെ അള്ളാഹു രക്ഷിക്കില്ലല്ലോ. ഇങ്ങനെ കുറേ ഊശാമ്പികൾ. ഇതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. ഏതായാലും ഈ മുദ്രകൾ അതിൻ്റെ പ്രളയമാണ്. തട്ടമിടണം. അതുപോലെ തന്നെ നിസ്കാരങ്ങൾ, 5 നേരത്തെ നിസ്കാരങ്ങൾ, രാത്രി തഹജ്ജുദ് എന്തോരോ നിസ്കാരം, ഒരുപാട് പഠനങ്ങൾ. ആണുങ്ങളാണെങ്കിൽ താടി വളർത്തണം, താടി വളർത്തണം, മീശ വടിച്ചു കളയണം. കോലം മാറുകയാണേ.
നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ എൻ്റെ താടി എൻ്റെ മീശ ഇവിടെ എല്ലാവരും വെച്ച് കിടക്കുന്നതാണ്. ഇതിന് മീശ മാത്രം വടിച്ച് കളയണം. ആലോചിച്ച് നോക്കുക. മുണ്ട് വലത്തോട്ടല്ല ഇടത്തോട്ട് കൊടുക്കണം, ഇടത്തോട്ടല്ല വലത്തോട്ട് കൊടുക്കണം. അതന്നെ കഴിക്കുന്ന ആഹാരം പച്ചക്കറി ആവാൻ പാടില്ല, അത് പത്തിരി ആകണം, ചിക്കൻ ആവണം, അങ്ങനെ അതങ്ങനെ. പിന്നെ പന്നിയിറച്ചി കഴിക്കാൻ പാടില്ല. അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ചിലവാകുന്ന സാധനം പന്നിയിറച്ചിയാണ്. ഇന്ത്യയിലും കേരളത്തിലും കിട്ടും. അത് കഴിക്കാൻ പാടില്ല. ഈ രീതിയിൽ ആഹാര നീഹാരാദി കാര്യങ്ങളും വസ്ത്രധാരണ രീതിയിലും അവരുടെ ദൈനംദിന കാര്യത്തിലൊക്കെയും പുതിയ പുതിയ മുദ്രകൾ പതിപ്പിക്കുന്നൊരു പരിപാടിയുണ്ട്. ഏതായാലും ഒരു ക്രിസ്ത്യാനി ആയാലും ക്രിസ്ത്യാനി ഹിന്ദു ആയാലും അവിടെ ഇത്തരം കടമ്പകളൊന്നും അവശേഷിക്കുന്നില്ല. അതാണ് ഇവർക്ക് പറ്റുന്ന ഏറ്റവും വലിയ ന്യൂനത. ഈ മുസ്ലിങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ ന്യൂനത. ഞാനൊക്കെ ഫ്രീ ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ്. ഞാനൊരു ഹിന്ദു ആയിട്ടൊന്നും ഹിന്ദു സന്യാസിയൊന്നുമില്ല. സന്യാസിയാണ്. എന്നെ ഹിന്ദുവാണ്. കാലത്ത് എഴുന്നേറ്റ് കയ്യിൽ നോക്കി പ്രാർത്ഥന, വൈകുന്നേരം കാലത്ത് പ്രാർത്ഥന, ഇത്ര മന്ത്രങ്ങൾ ചെല്ലില്ല, ഇന്ന പൂജ ഒന്നുമില്ല. ഞാനിവിടെ സാധാരണ പോലെ ഞാൻ ജീവിക്കുന്നു. ഉത്തരേന്ത്യയിൽ കഴിയുന്ന സമയത്ത് ഞങ്ങൾ തണുപ്പ് കാണുന്നുണ്ട്, ഈ ചെവിയെല്ലാം മൂടിക്കെട്ടിയിട്ടാണ് നടക്കുക. ആ രൂപത്തിൽ എന്നെ കണ്ടാൽ എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാവുള്ളൂ. അത് ഞാൻ തുടർന്നു വരുന്നു. എൻ്റെ വീടിനകത്ത് വന്ന് ഞാനൊരു ബർമുട ഇട്ട് നടക്കുന്ന ഒരാളാണ്. കാരണം ഇവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഇനി ബർമുട ഇട്ടില്ലെങ്കിലും പ്രശ്നമില്ല എന്നർത്ഥം. ഒരു ഫാമിലി വേണ്ടി അത് പറ്റില്ലല്ലോ. അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഞാൻ കാലത്ത് ഹിന്ദുമതത്തെ ഇങ്ങനെ വെട്ടിക്കേറിയിട്ട് പുഴുങ്ങിയിട്ടല്ല തിന്നുന്നത്. ഉച്ചയ്ക്ക് ഹിന്ദുമതം കൊണ്ട് സാമ്പാറുണ്ടാക്കിയിട്ടല്ല കഴിക്കുന്നത്. രാത്രി കിടന്നുറങ്ങുമ്പോൾ ഡിന്നർ ഹിന്ദുമതത്തിൻ്റെ ഉപനിഷത്തുകൾ 10 എടുത്ത് ഇങ്ങനെ നുറുക്കിയിട്ട് ഉപ്പും മുളകും ചേർത്ത് വേവിച്ചിട്ടല്ല ഞാൻ കഴിക്കുന്നത്. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. കൂട്ടത്തിൽ ഇവിടെ നടമാടുന്ന കാര്യങ്ങൾ, റോക്കറ്ററി വിദ്യയെക്കുറിച്ച് പറയാനുള്ള ശേഷി എനിക്കില്ല. അതിൽ പ്രപഞ്ച രഹസ്യങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള ശേഷി എനിക്കില്ല. അറിയാവുന്നൊക്കെ ഞങ്ങൾ പഠിക്കുന്നു, ആ കൂട്ടത്തിലൊക്കെ പഠിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിൽ മുങ്ങിച്ചാടി ചാവാൻ ഞാൻ തയ്യാറില്ല. ഇന്നിപ്പോൾ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് തന്നെ പറഞ്ഞു ഈ ക്രിസ്ത്യാനികൾ. പണ്ട് അച്ഛനെ കാണുമ്പോൾ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പറയും. ഇപ്പം അതൊന്നുമില്ല. അച്ഛനെ കാണുമ്പോൾ എന്താ ഫാദർ സുഖമാണെന്ന് ചോദിക്കുന്നൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നോട് പലരും സ്നേഹത്തോടു കൂടി തന്നെ ചോദിച്ചിട്ടുണ്ട്, സ്വാമിക്ക് ഇസ്ലാം സ്വീകരിച്ചുകൂടെയെന്ന്. അന്ന് ഞാൻ അവർക്ക് സ്നേഹത്തോടു കൂടി തന്നെ മറുപടിയും കൊടുത്തിട്ടുണ്ട്. അതിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഏവർക്കാണ്. ഒരു ക്രിസ്ത്യാനിക്കൊരു ഹിന്ദുവായാൽ, ഒരു ഹിന്ദുവിനൊരു ക്രിസ്ത്യാനിയായാൽ അവിടെ വലുതായിട്ടൊരു ചിട്ടവട്ടങ്ങളും ഒരു മാറ്റങ്ങളും വരുന്നില്ല. അതിൻ്റെ പേരിൽ അങ്ങനെ ഒരു ഹിന്ദുവായിട്ടൊരാൾ, അങ്ങനെ ഒരു ക്രിസ്ത്യാനി, അയാളുടെ രൂപഭാവ ഭേദങ്ങൾക്കൊന്നും യാതൊരു മാറ്റവും വരുത്തേണ്ടതില്ല. ഒരു ക്രിസ്ത്യാനി പെൺകുട്ടിക്ക് ഒരു ഹിന്ദു ഭവനത്തിൽ ചെന്നാൽ അവൾക്കവിടെ ആ ക്രൈസ്തവീകതയും വെച്ചുകൊണ്ട് അവൾക്കവിടെ ജീവിച്ചു പോകാം. അതുപോലെ ഹിന്ദു പെൺകുട്ടി ക്രിസ്ത്യൻ ഭവനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്കതൊരു അന്തസ്സാണ്. അവർ അവിടെ വലുതായിട്ടുള്ള കടുംപിടുത്തങ്ങൾ ഉണ്ടാവുന്നില്ല. ആ കുട്ടീനെ അവിടെ ക്രിസ്ത്യൻ അമ്മയോട് പറയാണ്, അമ്മേ ഞാനും ക്രിസ്ത്യാനിയാകാൻ പോവുക, നീ വേണമെങ്കിൽ ആയിക്കോ, ഞങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല. എല്ലാ മതങ്ങളിലും ഒരുപോലെയല്ലേ മോളെ, എല്ലാ ദൈവങ്ങളും ഒരുപോലെയല്ലേ, നിനക്ക് വേണമെങ്കിൽ ആയിക്കോ, അല്ലെങ്കിൽ നിങ്ങൾ ഹിന്ദുവായിട്ട് തുടരുന്നതാ, നീ അതും നിൻ്റെ ഫോട്ടോ വെച്ചോ, നിൻ്റെ അമ്പലത്തിൽ പോയിക്കോ, അല്ല ഞങ്ങൾ യാതൊരു വിഷമമില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നമ്മുടെ കേരളം എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വർഗം മാത്രം ഇപ്പോഴും അവരുടേതായിട്ടുള്ള തുരുത്തിൽ മാറി നിൽക്കുകയാണ്. ആ തുരുത്തിലേക്ക് പ്രേതങ്ങൾ ആവാസ കേന്ദ്രമായിട്ടുള്ള തുരുത്തിലേക്ക് ചാടാൻ ഞാനുണ്ടാവില്ല, ഞാൻ ഉറച്ചുണ്ട്. പക്ഷെ അവരോട് പറയുമ്പോൾ ആലോചിക്കട്ടെ എന്ന് പറയുന്നു മാത്രം. ഏതായാലും ഒരു മതത്തിൽ നിർബന്ധങ്ങളില്ല, അതുപോലെ തന്നെ ബലാത്കാരമില്ല എന്നൊക്കെ പറയുമെങ്കിൽ പോലും ക്രിസ്ത്യൻ പെൺകുട്ടി അല്ലെങ്കിൽ മുസ്ലിം പെൺകുട്ടി, ഒരു ഹിന്ദു പെൺകുട്ടി ഇസ്ലാം സ്വീകരിച്ച് ഈ വിവാഹ ബന്ധത്തിലൂടെയോ മറ്റേതെങ്കിലും രീതിയിൽ ഒരു മുസ്ലിം വീട്ടിൽ ചെന്ന് കയറി കഴിഞ്ഞാൽ അവളെ പിന്നെ നഴ്സറിയിൽ കൊണ്ട് കൊച്ചുകുട്ടികൾ ചേർക്കില്ലേ നഴ്സറിയിൽ, അതുപോലെ നഴ്സറിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഭാവത്തിൽ എത്തിച്ചേരുകയാണ്. പെട്ടെന്ന് ലോകം ഇരുട്ടിലാണ്ട് പോയ പോലെ തോന്നുകയാണ്. അതുവരെയുള്ള അവളുടെ ലോകം മുഴുവൻ അവളിൽ നിന്ന് മാറിപ്പോവുകയാണ്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നിത്യാദി കാര്യങ്ങൾ, എന്ത് കഴിക്കണം, എന്ത് ഡ്രസ്സ് ഇടണം, എന്ത് പറയണം, എങ്ങനെ നടക്കണം, എങ്ങനെ ഇരിക്കണം എന്നിത്യാദി കാര്യങ്ങൾ അവളെ പഠിപ്പിക്കും. അതുവരെ അവളൊരു മണ്ടൂകമായിട്ട് അവിടെ കഴിയേണ്ടി വരും. ആഹാരത്തിൻ്റെ കാര്യത്തിലും വസ്ത്രത്തിൻ്റെ കാര്യത്തിലും എല്ലാം തന്നെ വലുതായിട്ടുള്ള മാറ്റങ്ങൾക്ക് അവൾ വിധേയപ്പെടുകയാണ്. അവളതിൽ ബാധ്യതയുള്ളവരായിട്ട് പോവുകയാണ്. ഇസ്ലാം സ്വീകരിച്ച് ചെല്ലുന്ന ഒരു പെൺകുട്ടി അഥവാ ആൺകുട്ടി, അവളെ പിന്നെ ശരിക്കും പറഞ്ഞാൽ മറ്റേ കുലാലന്മാരായിട്ടുള്ള ആളുകൾ കളിമണ്ണ് ചവിട്ടി കുഴച്ച്
കളിമണ്ണെടുത്ത് ചവിട്ടി കുഴച്ച് വളച്ച് ഉരുട്ടി യന്ത്രത്തിൽ വെച്ച് ചതച്ചരച്ച് അവിടെ കുത്തി ഇവിടെ കുത്തി അവർ ഇഷ്ടരൂപത്തിലാക്കി മാറ്റും. എന്നിട്ട് അത് തീയിലിട്ട് ചുട്ടെടുക്കും. കുതിരയുടെ രൂപത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ദൈവത്തിൻ്റെ രൂപത്തിലോ ശ്രീകൃഷ്ണ രൂപത്തിലോ ഒക്കെ ആക്കി മാറ്റുന്ന പോലെ അങ്ങനെ ആക്കി തീർക്കുകയാണ് ഇവിടെ. മുസ്ലിം ആക്കി തീർക്കുകയാണ് ഇവിടെ. ഇസ്ലാം അഥവാ മുസ്ലിങ്ങൾ പുറത്തു നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിടെ വലിയ അച്ചടക്കമുണ്ട്, മതകാര്യങ്ങളിൽ അവർക്ക് വലിയ രൂപത്തിലുള്ള ഡിസിപ്ലിൻ ഉണ്ടെന്നൊക്കെ തോന്നും. എപ്പോഴും മതത്തിൻ്റേതായിട്ടുള്ളൊരു നിരീക്ഷണവും അതിൻ്റേതായിട്ടുള്ള ഒരു സുരക്ഷിതത്വവും ഇസ്ലാമിൽ മാത്രമേ ഉള്ളൂ എന്നും തോന്നും. അതേ സമയത്ത് ഒരു സത്യവശേഷിക്കുന്നുണ്ട്, ഈ ക്രിസ്ത്യൻ മതം കുറച്ചൊക്കെ അടഞ്ഞു പോയൊരു മതമാണ്. കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അവർ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഹിന്ദു മതമാണെങ്കിൽ അത് ഓരോ ഇൻഡിവിജ്വലിനും ഓരോ വ്യക്തിക്കും അവരവരുടെ കാഴ്ചപ്പാടിനനുസരിച്ച് വ്യക്തിയുടെ കാര്യത്തിൽ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ നിലപാടുകൾ എടുത്തു നടക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു മതമാണ്. പെട്ടെന്ന് തോന്നും അഴിച്ചിട്ട കാളകളെ പോലെ ഇഷ്ടമുള്ളിടത്ത് ഇഷ്ടംപോലെ അലഞ്ഞ് നടക്കുന്ന ഒരു കൂട്ടം ആളുകൾ മാത്രമാണെന്ന് തോന്നും. അവിടെയുള്ളതൊരു സം ടോട്ടലാണ്, എണ്ണം കൊണ്ട് വലിപ്പമുണ്ട്. എന്നാൽ അതിലൊരു ടോട്ടാലിറ്റി ഇല്ല എന്നേ തോന്നും. അവിടെയുള്ളത് അങ്ങനെ വരുമ്പോൾ ഈ മൂന്ന് മതങ്ങളിൽ ഏറ്റവും നല്ലത് ഇസ്ലാം ആണെന്ന് അങ്ങോട്ട് തോന്നിപ്പോവുകയാണ് ചെയ്യുന്നത്. ഒരു 10 വർഷം മുമ്പ് വരെ എൻ്റെ കാഴ്ചപ്പാടുകൾ പോലും ഇസ്ലാമിനെ കുറിച്ചുള്ള കാര്യത്തിൽ വളരെയധികം പരിമിതികൾ ഉൾക്കൊള്ളുന്നതായിരുന്നു. അന്ന് ഇതൊക്കെയാണ് തോന്നിയത്. മതത്തിൽ നിർബന്ധമില്ല എന്ന കാര്യം വളരെ വലിയ ഉത്സാഹത്തോടെ അവർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഏകദൈവ വിശ്വാസം മുറുകെ പിടിക്കുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കുളിര് കോരാറുണ്ട്. പക്ഷെ പലപ്പോഴും ഈ കാര്യങ്ങളായിട്ട് കാണുമ്പോൾ കാര്യങ്ങളുടെ അടുക്കുമ്പോഴാണ് പുറം മൂടിയിൽ മാത്രമേ മനോഹാരിതയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ നമ്മൾ ഈ മറ്റു തരം മതവിശ്വാസങ്ങൾ പലതരം ദൈവങ്ങളും പലതരം ജാതികളും ഹിന്ദു മതത്തിലുള്ള പോലെ ഇസ്ലാമില്ല എന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. ചാതുവർണ്ണ സിസ്റ്റം, അതുപോലെ മേൽജാതി കീഴ്ജാതി സിസ്റ്റം, അവർ തമ്മിൽ യാതൊരു അങ്ങനെയുള്ള സിസ്റ്റം ഹിന്ദു മതത്തിലുണ്ട്. അവർ തമ്മിൽ യാതൊരു ബന്ധങ്ങളുമില്ല, മാറി നടക്കേണ്ട ആളുകൾ. ഈ ഒരവസ്ഥ ഇതൊന്നും ഇസ്ലാമിൽ ഇല്ല എന്നാണ് ആദ്യ കാലഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസൺ അല്ലാത്ത സമയത്ത് നമ്മൾ മാമ്പഴം പോയി വാങ്ങിക്കും. അപ്പോൾ കാണുമ്പോൾ നല്ല മഞ്ജുവാരര പോലെ ഇരിക്കും, നല്ല കളറ്, കാണാൻ നല്ല ഷേപ്പ് ഒക്കെ ഉണ്ടായിരിക്കും. അത് വീട്ടിൽ വന്ന് ചെത്തുമ്പോഴറിയാം അതിനകത്ത് പുഴുണ്ടായിരിക്കും, ചീഞ്ഞിട്ടുണ്ടാവുമായിരിക്കും എന്നർത്ഥം. പുറത്ത് നോക്കുമ്പോൾ ഗംഭീരമാണ്, പുറത്തു നിന്ന് കാണുമ്പോൾ നല്ല നിറമൊക്കെ ഉണ്ട്. ഇതുപോലെയാണ് ഇസ്ലാമിനെക്കുറിച്ച്. ഇതാണ് ഇസ്ലാമിൻ്റെ സ്ഥിതി. ഇസ്ലാമിനെക്കുറിച്ച് ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടുതൽ അറിയാൻ കഴിഞ്ഞപ്പോൾ അതും സീസണല്ലാത്ത സമയത്ത് കൃത്രിമമായിട്ട് പഴിപ്പിച്ചൊരു മാമ്പഴമാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഹിന്ദുമതത്തിൽ ജാതി വ്യത്യാസങ്ങൾ ഒരു കാറ്റ് പോലെയാണെങ്കിൽ ഇവിടെ ഇസ്ലാമിലെ ജാതി വ്യത്യാസങ്ങൾ ഒരു കൊടുങ്കാറ്റ് പോലെയാണെന്ന് മനസ്സിലായി. ഇസ്ലാമിലെ ജാതി വ്യത്യാസങ്ങൾ ഒരു കൂടിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള പാമ്പും പെരിച്ചാഴിയും അതുപോലെ തന്നെ കീരിയും മയിലും ചെന്നായും കുറുനരിയും എല്ലാം കൂടി കടിപിടി കൂടുന്നൊരവസ്ഥയാണ് അവിടെ കണ്ടത്. ഇസ്ലാമിനകത്ത്, പ്രത്യേകിച്ചും കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനകത്ത് ഈ കടിപിടി ഒരു കാലഘട്ടത്തിൽ പുറത്താരും അറിഞ്ഞിരുന്നില്ല. പക്ഷെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ശക്തമായതോടുകൂടി ആ സമൂഹത്തിനകത്തുള്ള നാറിയ കഥകൾ, അതിനകത്തുള്ള മാറ്റങ്ങൾ, അതിനകത്തുള്ള നാറ്റങ്ങൾ, അതിനകത്തുള്ള ദുർഗന്ധങ്ങളൊക്കെ പുറത്തേക്ക് വമിക്കാൻ തുടങ്ങി. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ എടുത്താൽ അതിനകത്ത് മുസ്ലിം ഗ്രൂപ്പുകൾ തമ്മിൽ കടുത്ത വാക്കുകളിലൂടെ തമ്മിൽ അപമാനിക്കുന്നതും അധിക്ഷേപിക്കുന്നതും ഒരു കലയായിട്ട് കൊണ്ടു നടക്കുന്നവരുടെ എണ്ണിയാലൊടുങ്ങാത്ത സമൂഹത്തെ നമുക്ക് കാണാൻ കഴിയും. ഈ അടുത്ത കാലത്ത് ആരിഫ് ഹുസൈൻ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ ഓർമ്മിക്കുകയാണ്. സോഷ്യൽ മീഡിയ വന്നപ്പോൾ തകർച്ചയെ നേരിടുന്നൊരു മതമാണ് ഇസ്ലാം. ബാക്കി ഞാൻ കെട്ടിപ്പോഞ്ഞിട്ടാണല്ലോ, പിന്നെ പറയുന്നത് അറബിയിലാണ്. മലയാളത്തിലൊരു കാര്യം പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു മുസ്ലിം യുവാവ് അതെന്താ ഉസ്താദെ അങ്ങനെ ചോദിക്കുമ്പോൾ അയാൾ അറബിയിലെ മറുപടി പറയും, പിന്നെ മിണ്ടാൻ പറ്റില്ലല്ലോ. അറബി ബ്രഹ്മസൂത്രം. അപ്പോൾ ഈ അടുത്ത കാലത്ത് ആരിഫ് ഹുസൈൻ പറഞ്ഞത് ഇസ്ലാം മതം തകരാനുള്ള കാരണം ഇവിടെ അവരുടെ രഹസ്യം മുഴുവൻ പുറത്തു വന്നതാണ്. സോഷ്യൽ മീഡിയയാണ് അതിന് അടിസ്ഥാന കാരണം. കാരണം അവരിൽ തന്നെ മറച്ചു വച്ചിരുന്ന അവരുടെ തന്നെ വിസർജ്യങ്ങളുടെ ഭാണ്ഡം അവരറിയാതെ തന്നെ തുറക്കപ്പെടുകയാണ് ചെയ്തത്. ഈ കേരളത്തിൽ തന്നെ അനവധി ഗ്രൂപ്പുകൾ നമുക്ക് കാണാൻ കഴിയും. അവർ തമ്മിൽ തെരുവിൽ നിന്നുകൊണ്ട് പരസ്യമായിട്ട് കടിപിടി കൂടും നമുക്ക് കാണാൻ കഴിയും. കുറേ കാലം ഞാൻ ഒരു വാക്കിൻ്റെ പുറകെ കിടന്ന് നടന്നതാണ്, ഉസ്തു എന്നുള്ള വാക്ക്.
ഞാൻ പറഞ്ഞു ചോദിച്ചാൽ അവർക്ക് അറിയില്ല ഉസ്തു എന്ന് പറഞ്ഞപ്പോൾ. പിന്നെയാണ് മനസ്സിലാകുന്നത് അത് ഇവിടെയുള്ള ഉസ്താദുമാരെ കളിയാക്കി മുസ്ലിങ്ങൾ തന്നെ വിളിക്കുന്ന പേരാണത്. പിന്നെ കുഞ്ഞാപ്പ, ഇഞ്ചി ഇങ്ങനെയുള്ള പേരുകളും കേൾക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാൻ വേണ്ടി, അധിക്ഷേപിക്കാൻ വേണ്ടി അവരുപയോഗിക്കുന്ന വാക്കുകളാണ് മുറിയണ്ടി പ്രയോഗം, അപ്പിക്കുപ്പായം, ചാക്കുമൂടി, മദ്രസ പൊട്ടന്മാർ. ഇതൊക്കെ ഈ കൗരവന്മാരും പാണ്ഡവന്മാരും തമ്മിൽ യുദ്ധം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കൗരവന്മാരെ കൊല്ലാറില്ല, പാണ്ഡവന്മാരെ കൊല്ലാറില്ല. എല്ലായിടത്തെയും സ്ഥിതിയാണല്ലോ. എന്നാൽ മേൽപ്പറഞ്ഞ അധിക്ഷേപ വചനങ്ങളെ കൊണ്ട് വാസ്തവത്തിൽ ഒരേ പക്ഷത്ത് നിൽക്കുന്ന ആളുകളാണ് ചേരിതിരിഞ്ഞ് കടിപിടി കൂടുന്നത്. ഇത് ഇന്നെന്തിനും തുടങ്ങിയതൊന്നല്ല. 1500 ഈ പ്രവാചകൻ്റെ മൃതശരീരം അവിടെ കിടക്കുമ്പോൾ അത് മറമാടപ്പെടുന്നതിന് മുമ്പ് തന്നെ വലിയ രൂപത്തിൽ രണ്ടായിട്ട് പിളർന്നൊരു ചരിത്രമുണ്ട്. അതാണ് സുന്നി ഷിയ വിഭാഗങ്ങൾ. 1500 വർഷങ്ങൾക്ക് ഇപ്പുറവും ആ സ്പർദ്ധ അതേപോലെ തന്നെ ഇവർ കൊണ്ടു നടക്കുകയാണ്. തുടർന്ന് കൃത്യമായിട്ടുള്ള ഇടവേളകളിലൂടെ ഈ ഇസ്ലാം നിരവധിയായിട്ട് പിളർന്ന് അവരവരുടെ തുരുത്തുകളിൽ നിന്ന് അടുത്തുള്ള തുരുത്തുകളിലേക്ക് കല്ലേറ് നടത്തുകയാണ്. ആ ഒരു കാര്യത്തിൽ കേരളമാണ് ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്നത്. ലോകത്തിൽ എവിടെയെല്ലാം പിളർപ്പുണ്ടായോ അതിൻ്റെ എല്ലാം അനുരണനങ്ങൾ ആദ്യം എത്തുന്നത് ഈ കേരളത്തിലാണ്. കേരളത്തിലിപ്പോൾ മുസ്ലിം ഗ്രൂപ്പുകൾ വിരലിൽ എണ്ണാവുന്ന അത്രയൊന്നും ചെറുതല്ല. ഇവിടെ ചിന്തിക്കേണ്ടതൊരു പ്രധാനപ്പെട്ടൊരു കാര്യം, ഇവരെന്തിനാണ് ഇങ്ങനെ വിഘടിച്ചു നിൽക്കുന്നത്? എല്ലാവരും മുസ്ലിങ്ങളാണ് എന്ന് ഉറക്കെ ഉദ്ഘോഷിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ഞങ്ങളാണ് ശരിയായിട്ടുള്ള മുസ്ലിങ്ങൾ എന്നും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും കാഫറുകളാണ് എന്ന് അവർ പരസ്പരം പഴി ചാരുന്നുണ്ട്. എല്ലാവരും ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നു, എല്ലാവരും ഒരു പ്രവാചകനിൽ വിശ്വസിക്കുന്നു, എല്ലാവരും ഒരേ വേദഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്നു. പിന്നെ എന്തിൻ്റെ പേരിലാണ് അവർ വിഘടിച്ചു നിൽക്കുന്നത്? അതാണ് ചിന്താവിഷയം. അങ്ങനെ വിഘടിച്ചു നിൽക്കുന്നവരിൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, സംസ്കൃതത്തിൽ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയും: കനകം മൂലം കാമിനി മൂലം. സംസ്കൃതത്തിലെ ഏഷണാത്രയം എന്ന് പറയും. പുത്രേഷണ, വിത്തേഷണ, ലോകേഷണ, അങ്ങനെ 3 കാര്യങ്ങൾ. സമ്പത്തിൻ്റെ പുറയിൽ വിത്തേഷണ, അതുപോലെ സ്വന്തക്കാരും ബന്ധുക്കാരും പുറയിൽ പുത്രേഷണ, അതിൻ്റെ പേരും പെരുമിയുടെ അധികാരത്തിൻ്റെ പേരിൽ ലോകേഷണ. ഇതാണിപ്പോൾ ഇവരുടെ ആ ഏഷണാത്രയങ്ങൾ. കേരളത്തിൽ അതിന് മേലെ അവർക്ക് അള്ളാഹുവിനെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അത് നമ്മൾ സത്യപ്രതിജ്ഞാ സമയത്ത് കണ്ടതാണല്ലോ. കേരളത്തിലെ സമസ്തകൾ 2 എണ്ണമാണ്. അവർ അന്യോന്യം ചെളി വാരി എറിയുന്നുണ്ട്. എൻ്റെ സമസ്തയാണ് ശരി, അവൻ്റെ സമസ്തയല്ല ശരി എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ രാഷ്ട്രീയ മുഖം ലീഗാണ്. രാഷ്ട്രീയവും ആധ്യാത്മികതയും കൂടി കൂട്ടിക്കുഴച്ചിട്ടുള്ള മറ്റൊരു മുഖമാണ്, ഒരു കപടമുഖമാണ് പാണക്കാടിൻ്റെ മുഖം. പിന്നെ ജമായത്ത് ഇസ്ലാമി, അതുപോലെ മുജാഹിദ്, തബ്ലീഗ്, അതുപോലെ റാവുത്തർമാരുടെ വേറെ, അത് ഒരുപാടുണ്ട്. ഭാരതത്തിൻ്റെ സാഹചര്യത്തിൽ ഇവിടെ ശക്തമായിട്ടുള്ളൊരു ഭരണഘടനയും വ്യവസ്ഥയും നീതിന്യായം നടത്തിപ്പും ഉള്ളതുകൊണ്ട് വാളെടുത്ത് അഥവാ ആയുധമെടുത്ത് തമ്മിൽ വെട്ടി വീഴ്ത്തുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ വാക്കുകളെ കൊണ്ട് അതിനേക്കാൾ വലിയ മുറിപ്പാടുകൾ, ആയുധങ്ങൾ കൊണ്ടുണ്ടാക്കുന്നതിനേക്കാൾ വലിയ മുറിപ്പാടുകൾ ഇവർ അന്യോന്യം സമ്മാനിക്കുന്നുണ്ട്. ആയതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഈ കൊച്ചു കേരളത്തിൽ ഏറ്റവും കൂടുതൽ അവഹേളനം ഏറ്റുവാങ്ങുന്ന, ഏറ്റവും കൂടുതൽ അറപ്പും വെറുപ്പും ഏറ്റുവാങ്ങുന്ന വിഭാഗമായി മാറിയിട്ടുണ്ട് ഈ മുസ്ലിങ്ങൾ. ഹിന്ദുക്കളിൽ ജാതിയുണ്ട്, പക്ഷേ അവർ തമ്മിൽ ജാതിയുടെ പേരും പറഞ്ഞ് കടിപിടി കൂടുന്നില്ല. എല്ലാവർക്കും അവരവരുടെ ചിന്താ പദ്ധതികളുണ്ട്, അവരവരുടേതായിട്ടുള്ള ഗുരുക്കന്മാരുണ്ട്. ഒരിക്കലും ശ്രീനാരായണ ഗുരുദേവനെ, അതല്ലെങ്കിൽ ബ്രഹ്മശ്രീ അയ്യങ്കാളിയെ, അതല്ലെങ്കിൽ ചട്ടമ്പി സ്വാമികളെ അവരന്യോന്യം ആദരിക്കാതിരുന്നിട്ടില്ല. NSSകാരെ, SNDPകാരെ അവഹേളിച്ച് സംസാരിക്കുന്നില്ല, കാര്യം പറയും. അവർക്ക് പല നിലപാടുകളായതുകൊണ്ട് അവരന്യോന്യം ചെളി വാരി എറിയുന്നില്ല. അധിക്ഷേപ വചനങ്ങളെ കൊണ്ട് അസ്ത്രം ചെയ്ത് അവർ മുറിവേൽപ്പിക്കുന്നില്ല. എന്നാൽ മുസ്ലിങ്ങൾ വിഘടിച്ചു നിൽക്കുന്നതെന്ന് മാത്രമല്ല, ഭയാനകമായ രീതിയിൽ അധിക്ഷേപങ്ങൾ നടത്തിയിട്ട് കടിപിടി കൂടുന്നുണ്ട്. അതിൽ നിന്നൊരു കാര്യം ഉറപ്പാണ്, അവരുടെ പ്രശ്നം അല്ലാഹുവല്ല, അല്ലെങ്കിൽ പ്രവാചകനല്ല, അവരുടെ പ്രശ്നം കാമമാണ്, അഥവാ കനകമാണ്, കാമിനിയാണ് അവരുടെ പ്രശ്നം. അവരുടെ ജീവന പദ്ധതിയിൽ, പ്രത്യേകിച്ച് ആചാര്യസ്ഥാനത്തും നേതൃസ്ഥാനത്തും നിൽക്കുന്നവരുടെ ജീവന പദ്ധതിയിൽ അള്ളാഹുവിൻ്റെ സ്ഥാനം, പ്രവാചകൻ്റെ സ്ഥാനം, ഖുറാൻ്റെ സ്ഥാനം കനകവും കാമിനിയും കഴിഞ്ഞുള്ളത് മാത്രമാണ്. മുസ്ലിം സമൂഹത്തിലേക്ക് കടന്നെത്തി നോക്കിയപ്പോഴാണ്, ഒരു വീക്ഷണം നടത്തിയപ്പോഴാണ് ഇത്രയും കാര്യങ്ങൾ എനിക്ക് വെളിപാടായത്. വാസ്തവത്തിൽ
ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വെറുപ്പോടുകൂടിയും മറപ്പോടുകൂടിയും ഭീതിയോടുകൂടിയും നോക്കിക്കാണുന്നത് ഈ മതത്തിൻ്റെ ആളുകളെയാണ്, മുസ്ലിങ്ങളെയാണ്. അതിന് കാരണം അവരുടെ തന്നെ കയ്യിലിരിപ്പാണ്. അതാണ് ഞാനിവിടെ പറഞ്ഞത്. മതം പൊട്ടിത്തെറിച്ച് മതം പൂണ്ടി നിൽക്കുന്ന ഈ ആളുകൾക്ക് മറ്റുള്ള ആളുകളുടെ മതവിഭാഗങ്ങളുടെ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ അതിനെ നോക്കിക്കാണാൻ പോലും ഇഷ്ടമില്ല എന്നുള്ളത് സത്യം. ഇത്തരം മതത്തിൽപ്പെട്ട ആളുകൾ ഇസ്ലാമിൽ ചെല്ലുമ്പോൾ അവർക്ക് ഉള്ള തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കളിമണ്ണിലെടുത്ത് കുതിരയും കഴുതിയും ആക്കുന്നത് പോലെ കളിമണ്ണ് ചവിട്ടി കുഴച്ച് അതിനെ തങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിലാക്കി ചുട്ടെടുക്കുന്ന പോലെ ചെയ്യുകയാണ് മുസ്ലിങ്ങൾ ചെയ്യുന്നത്. ആയതുകൊണ്ട് തലയ്ക്ക് വെളിവുള്ള ഒരാളും ഇതറിയുന്ന ഒരാളും അവിടേക്ക് മാറിപ്പോവില്ല. ഏത് പാതാളത്തിൽ പോയാലും അവിടെ പോയി കഴിഞ്ഞാൽ സ്ഥിതി എന്താണ്? കുഴൽ കിണറുണ്ട്, അതിനകത്ത് ബോർവെല്ലിനകത്ത് വീണ് പോയ ഒരു കുട്ടിയുടെ അവസ്ഥയായിരിക്കും. മേലോട്ട് നോക്കാൻ പറ്റില്ല, കീഴോട്ട് നോക്കാൻ പറ്റില്ല, രണ്ട് ഭാഗങ്ങളിൽ നോക്കാൻ പറ്റില്ല, മുന്നോട്ടും പിന്നോട്ടും നോക്കാൻ പറ്റില്ല, ശ്വാസം മുട്ടിപ്പോകുന്നർത്ഥം. ആ ഒരു അവസ്ഥയാണ് അവിടെയുള്ളത്. ഹിന്ദു പെൺകുട്ടികളും ക്രിസ്ത്യൻ പെൺകുട്ടികളും അവിടെ പോയാൽ ഉണ്ടാകുന്നത് ഇടം വലം തിരിയാൻ കഴിയാത്തൊരവസ്ഥ. പഞ്ചേന്ദ്രിയങ്ങളെ അവരവരുടെ മനസ്സിനെയും ബുദ്ധിയെയും സകല പഞ്ചേന്ദ്രിയങ്ങളെയും മതവ്യവസ്ഥയാകുന്ന ചാക്കുകൊണ്ടാണ് മൂടിയിടും. പിന്നെ പലപ്പോഴും അതിൽ അസഹനീയത തോന്നിയിട്ട് പ്രത്യേകിച്ചും പെൺകുട്ടികൾ തിരിച്ചു വരാൻ കഴിയുന്നില്ല. അവൾ പോകുന്ന വീട്ടിൽ നിന്ന് തിരിച്ചു വരാൻ കഴിയില്ല. അപ്പം ഒറ്റ മാർഗ്ഗമുള്ളൂ ആത്മഹത്യ ചെയ്യുക. അത് നിരന്തരം അവിടെ കേൾക്കുന്നുണ്ടല്ലോ. ആഹാരത്തിൻ്റെ കാര്യത്തിലും വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിലും അവരൊരു പുതിയ ലോകത്തിൻ്റെ വക്താക്കളായി തീരാൻ ബാധ്യസ്ഥരാകുകയാണ് ചെയ്യുന്നത്. അതുവരെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെക്കേണ്ട ഗതികേട് വരികയാണ് ചെയ്യുന്നത്. ഹിന്ദു മതത്തിനകത്ത് സ്വാതന്ത്ര്യമുണ്ട്. മതം എന്നാൽ സ്വാതന്ത്ര്യമെന്നാണ് അതിൻ്റെ വാച്യാർത്ഥം. വാസ്തവത്തിൽ ആ സ്വാതന്ത്ര്യത്തെ മുഴുവൻ ഇല്ലാതാക്കുക, എന്നിട്ട് മതത്തിൽ നിർബന്ധമില്ല എന്നിങ്ങനെ വളുവെളുന്നതിനെ പ്രഘോഷണം നടത്തുക. മതത്തിനകത്ത് മനോവികാസമാണ് ഉണ്ടാക്കേണ്ടത്. എന്നാൽ വികസിതമായിട്ടുള്ള മനസ്സിനെ, ആ കാലങ്ങളെ കൊണ്ട് വികസിതമാകേണ്ടുന്ന മനസ്സിനെ പിടിച്ചു കെട്ടിവലിച്ച് സങ്കുചിതത്വത്തിൻ്റെ പാതാളത്തിലേക്ക് തള്ളുകയാണ് ഈ മുസ്ലിം ആചാര്യന്മാരും സംഘടനകളും ചെയ്യുന്നത്. രസകരമായിട്ടുള്ളൊരു വസ്തുത, സെമിനാരികളിൽ ഹൈന്ദവ സംസ്കൃതിയെയും ഇസ്ലാം ഭാവനകളെയും പഠിപ്പിക്കുന്നുണ്ട്. ആശ്രമങ്ങളിൽ എല്ലാ മതങ്ങളുടെയും സാരാംശങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതേസമയത്ത് ഇസ്ലാമിനകത്ത് മനസ്സുകൊണ്ട് പോലും മറ്റൊരു മതത്തെ ചിന്തിക്കാൻ പാടില്ല എന്നുള്ളൊരു പ്രാകൃത ചിന്തയാണ് ഉള്ളത്. ഒരാൾ മുസ്ലിം സമൂഹത്തിൽ കയറി ചെന്നാൽ ഉടനടി അവരുടെ കൈകളും കാലുകളും കൂട്ടിക്കെട്ടുന്നു, ഇലാമപ്പഴം കൊടുത്തുകൊണ്ട് അവൻ്റെ സകല ഇന്ദ്രിയ വ്യവസ്ഥകളെ നശിപ്പിക്കുന്നു. പിന്നെ അവൻ കാണുന്നില്ല, അവൻ കേൾക്കുന്നില്ല, അവൻ എടുക്കുന്നില്ല, നടക്കുന്നില്ല, വെറും ഒരു കങ്കാളം മാത്രമായിട്ട് തീരുന്നു. തലയില്ലാത്തൊരു ഉടൽ മാത്രമായി തീരുന്നു, ഒരു കബന്ധം, ഒരു മാംസപിണ്ഡം മാത്രമായിട്ട് തീരുന്നു. ഇങ്ങനെയൊരു ലോകത്തിലേക്ക് ആ മതത്തിൻ്റെ അന്തരംഗങ്ങൾ കൃത്യമറിയാവുന്ന ഒരാൾ, ദാറ്റ് മീൻസ് തലയ്ക്ക് വെളിവുള്ള ഒരാൾ കയറി ചെല്ലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മൗഢ്യം കൊണ്ടുവന്ന വൈകല്യം ആണെന്ന് വിചാരിക്കാം ഇവരുടേത്, മുസ്ലിങ്ങളുടേത്. പക്ഷേ ഇപ്പോൾ അഹങ്കാരവും തുടങ്ങി വെച്ച് കഴിഞ്ഞു. അവർ ഞങ്ങളുടെ നാടായിട്ട് കാണുന്നത് ഭാരതത്തെയല്ല, മറിച്ച് അറേബ്യൻ രാജ്യങ്ങളെയാണ്. സൗദികളുടേതാണെന്ന് ഇവർ മനസ്സിലാക്കട്ടെ. UAE എമിറാത്തികളുടേതാണെന്നും ഖത്തറുകളുടേതാണെന്നും ബഹ്റൈനുകളുടേതാണെന്നും ഒമാനികളുടേതാണെന്നും ഇറാനികളുടേതാണെന്നും കുവൈറ്റുകളുടേതാണെന്നും ഇവർ മനസ്സിലാക്കിയ അത്രയും നല്ലത്. അവിടെ മതമുണ്ട്, അത് ഇസ്ലാം മതമാണ്. അതിൽ ഇവർക്ക് എന്താ ബന്ധം? അതിൻ്റെ പേരിൽ ഇവിടെയുള്ള മുസ്ലിങ്ങൾ അഹങ്കരിക്കുന്നത് അവർക്ക് ജന്മസിദ്ധമായിട്ട് കിട്ടിയിട്ടുള്ള മൗഢ്യം കൊണ്ട് മാത്രമാണ്. അതിൻ്റെ പേരിൽ അവർ ഇതര മതവിഭാഗങ്ങളിൽപ്പെട്ടവരെ അവഹേളിക്കുന്നുണ്ട്. നിങ്ങൾ അറബി നാട്ടിൽ പോയിട്ട് ഞങ്ങൾ മുസ്ലിങ്ങൾ വിസർജ്യം ഉരുട്ടിക്കുഴച്ച് തിമിർത്ത് നടക്കുന്നവരല്ലേന്ന് ഇവിടെയുള്ള ആളുകളോട്, ഇവിടെയുള്ള മുസ്ലിങ്ങളോട് അത് തന്നെയാണ് ഹിന്ദുക്കൾക്കും പറയാനുള്ളത്. ഞാൻ ഓർമ്മിക്കുകയാണ്, എൻ്റെ ചെറുപ്പകാലഘട്ടങ്ങളിൽ അവിടെ കൂലിപ്പണിയെടുത്ത് നടന്നിരുന്ന, അന്ന് ജോനന്മാരെന്ന് വിളിക്കുകവരെ, അവിടെ എഴുത്തും വായന പോലും കൃത്യമായിട്ട് അറിയാത്തൊരു മുസ്ലിം സമൂഹത്തെ, ഇത് പറയാൻ ഞാൻ മനസ്സനുവദിക്കുന്നില്ല. മുഹമ്മദ് എന്നായിരുന്നു അങ്ങനെ പേര്, ഭാര്യയുടെ പേര് എനിക്കറിയില്ല. ഇത് പറയാൻ എൻ്റെ മനസ്സനുവദിക്കുന്നില്ല. പക്ഷേ ഇത്രനത്തിൽ പറയാതിരിക്കാൻ വയ്യ. തേങ്ങയും 8 ഏക്കർ പറമ്പായിരുന്നു ഞങ്ങളുടേത്. അവിടെ നിന്നുള്ള തേങ്ങയും കശുവണ്ടിയും മോഷ്ടിച്ച് കൊണ്ടുപോകുമ്പോൾ എൻ്റെ മുത്തച്ഛൻ പറയും, അടുത്ത വീട്ടിലെ അന്നംകുട്ടി വന്ന് പറയും, അവർ കശുവണ്ടി അവർ തേങ്ങയ്ക്കും മോഷ്ടിച്ച് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മുത്തച്ഛൻ എന്ത് പറയുന്നത് അറിയോ? ഇല്ലാഞ്ഞിട്ടല്ലടി അന്നംകുട്ടി കൊണ്ടുപോട്ടെ എന്നുള്ള രീതിയിൽ. ഇന്നിപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞാലോ, മുസ്ലിം സമൂഹം ഇന്ത്യയിൽ വന്ന് അവർക്ക് കിടക്കാൻ കിടപ്പാടം കൊടുത്തത്, ജീവിക്കാൻ മറ്റ് സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തത്, ഇവിടെ വന്ന് സ്ത്രീകളെ വിവാഹം കഴിക്കാൻ അനുവാദം കൊടുത്തത്, അവകാശം പള്ളി വയ്ക്കാനുള്ള അവകാശം കൊടുത്തത്, സ്ഥലം കൊടുത്തല്ല അവിടുത്തെ ഹിന്ദു രാജാക്കന്മാരല്ലേ. അതിൻ്റെ പേരിൽ പറയാൻ കഴിയും 1500 വർഷം മുമ്പ് ഇവിടെ വന്ന് ഹിന്ദുക്കളുടെ വിസർജ്യം ഉരുട്ടിക്കുഴച്ച് തിന്നവരല്ലേ നിങ്ങൾ മുസ്ലിങ്ങളെന്ന് പറയിപ്പിക്കുകയാണെങ്കിൽ പറയാൻ കഴിയുന്ന അർത്ഥം. ഞാൻ പറയില്ല.
പക്ഷെ ഇവർ പറയിപ്പിക്കും പലരെയും കൊണ്ട്. ഏകദേശം 50 വർഷം കൊണ്ട് അറേബ്യയിലുള്ള എണ്ണപ്പണം വെച്ച് ആവശ്യം 3 നേരം ആഹരിക്കാനുള്ള ഉരുട്ടിക്കുഴയ്ക്കാനുള്ള ശേഷിയും സ്വന്തം വീടുകളിൽ അന്തി ഉറക്കാനുള്ള ശേഷിയും ഉണ്ടായപ്പോഴേക്കും 1500 വർഷത്തെ അരച്ചിലിൻ്റെ കഥ, ഹിന്ദുക്കളുടെ ഉരുട്ടിക്കുഴച്ച് തിന്ന കഥ അതവർ മറക്കുകയാണ്. ഇത് ഹിന്ദുസ്ഥാനമാണ്, ഇത് ഹിന്ദുക്കളുടെ നാടാണ്, ഇത് ഭാരതമാണ്, ഇത് ഭരതരാജകുമാരൻ്റെ പിൻതലമുറക്കാരുടെ നാടാണ്, ഇത് വേദങ്ങളുടെ നാടാണ്, ഇത് ഋഷീശ്വരന്മാരുടെ നാടാണ്, ഇത് സന്യാസിവര്യന്മാരുടെ നാടാണ്. ഇതെല്ലാം മുസ്ലിങ്ങൾ മറക്കാതിരുന്നാൽ നല്ലത്. ഏതായാലും അക്കാര്യം പല വിധത്തിലും പല രൂപത്തിലും ഇന്നത്തെ ഭരണകൂടം അവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അധികം തിളച്ചാൽ അടുപ്പിൽ എന്ന നാടൻ ആപ്തവാക്യം ഓർമ്മിച്ചാൽ നല്ലത്. അതല്ലെങ്കിൽ അത് കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കാൻ ഇപ്പോൾ സംഘപരിവാരം എന്ന നേതൃത്വം നൽകുന്ന ഒരു ഭരണകൂടവുമുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ നല്ലത്. ബുൾഡോസറിൻ്റെ കാര്യം ഇപ്പോൾ പറയുന്നില്ല, അത് ഉത്തരേന്ത്യയിൽ നിന്ന് പുറപ്പെട്ടിട്ടേ ഉള്ളൂ. എപ്പോഴാണ് അവിടെ കേരളത്തിലെത്തരുതെന്ന് അറിയില്ല. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട, അത്ര തന്നെയാണല്ലോ ഇവരോട് പറയാനുള്ളത്. ഏതായാലും ഈ പറഞ്ഞ കാര്യങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, തലയ്ക്ക് സ്ഥിരബുദ്ധിയുള്ള ആൾ, വെളിവുള്ള ആളൊന്നും ഇസ്ലാമിലേക്ക് ചാടിക്കയറി പോവില്ല.